ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL ഇത്തവണ പ്ലേ ഓഫ് സൈഡിലേക്ക് ഭയങ്കര രീതിയിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും രണ്ടാം സ്ഥാനത്ത് ഡൽഹിയും അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനം കറക്റ്റായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എൻഡ് ഓഫ് ദ സീസൺ ഇങ്ങനെ ആകുമെന്ന്. തേർഡ് ഫോർത്ത് പൊസിഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ ഭയങ്കര രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ്, RCB, LSG, മുംബൈ എന്നീ ടീമുകളാണ്. ഇപ്പോൾ ആൾക്കാർ ചോദിച്ചേക്കാം KKR അല്ലേ എന്ന്. KKR ഇത്തവണ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം അവരുടെ വീക്ക് പോയിന്റുകൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. ബോളിംഗ് സൈഡിലെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിലും ബാറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം അവർ ശ്രേയസ് അയ്യറിനെ മിസ് ചെയ്യുന്നതാണ്. ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ശ്രേയസ് അയ്യറിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു താരം കറക്റ്റായിട്ടൊരു റീപ്ലേസ്മെൻറ്റ് അവിടെ വന്നിട്ടില്ലാത്ത അവർക്ക് തിരിച്ചടി തന്നെയാണ്. ആൻഡ് ഇനി പഞ്ചാബ് RCB ടീമുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്നസ്സുകൾ ഉണ്ടെങ്കിലും അത് നന്നായിട്ട് തന്നെ ഓവർകം ചെയ്യാൻ ഈ രണ്ട് ടീമുകൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ വിജയിക്കാനുള്ള എഫേർട്ട് അവരിടുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മുംബൈയുടെ കാര്യമാണ്. മുംബൈ ആ ഒരു വിജയപാതയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ ഫോം ആയത് ടീമിന് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആൻഡ് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഈ ഒരു പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ റേസ് ബോട്ടം സൈഡിൽ നടക്കുന്നുണ്ട്. 10ാം സ്ഥാനത്ത് ആര് ഫിനിഷ് ചെയ്യുന്നു? സൺറൈസേഴ്സ് ഹൈദരാബാദും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ ഒരു 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അമ്മാതിരി റേസാണ് അവിടെ നടക്കുന്നത്. കാരണം യാതൊരു ഇൻറ്റൻറ്റും ഇല്ലാത്ത രീതിയിൽ കളിക്കുന്ന ഈ ടീമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജസ്ഥാൻ്റെയൊക്കെ കൈവരുതിയിൽ നിന്ന രണ്ട് ഗെയിമുകളാണ്, അതായത് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കാമായിരുന്ന ചാൻസാണ് അവർ തട്ടിയകറ്റി രണ്ട് മത്സരങ്ങൾ അവസാന ഓവർ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാജസ്ഥാൻ അത് തിരിച്ചറിയുക. ഈ ഒരു സീസണിൽ എന്തായാലും ചെന്നൈ, രാജസ്ഥാൻ, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകളെ നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ LSGയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിലും മിഡിൽ ഓർഡർ അല്പം വീക്ക് ആണെങ്കിലും LSG സംബന്ധിച്ച് ഭാഗ്യവും ഇത്തവണ അവരുടെ കൂടെ ഉണ്ടെന്നാണ് തോന്നിക്കുന്നത്. എന്തായാലും തേർഡ് ഫോർത്ത് പ്ലേസിലേക്ക് വരാൻ എൻ്റെ മനസ്സിൽ സാധ്യതയുള്ളത് അവിടെ RCBയും അതോടൊപ്പം തന്നെ മുംബൈയുമാണ്. പിന്നെ പഞ്ചാബും ആരും ഇല്ലാത്തുണ്ട്. സോ മൊത്തത്തിൽ നോക്കിയാൽ 5 ടീമുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. 4 ടീമുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ പ്ലേ ഓഫ് പ്രഡിക്ഷൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത്തവണ അടിപൊളിയായിട്ടാണ് ഈ ഒരു IPL പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം. പ്രതീക്ഷിക്കാത്ത ടീമുകൾ ഇപ്പം ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് ഡൽഹി, പഞ്ചാബ് എന്നീ ടീമുകൾ ഇതുവരെ കപ്പ് ഉയർത്താത്ത ടീമുകളാണ്. അപ്പോൾ ഇവർ കപ്പ് ഉയർത്തുമോ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ RCBയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാത്തിരിക്കുകയാണ് ആ ഒരു കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തി. ഇറ്റ്സ് മീ ഗൂഗിൾ.